എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 41 ശ്ലോകം 25, 26, 27, 28, 29, 30 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്മാര് വരണ്ട ഇതാ രാജവീതിയിൽ കൂടെ നടക്കണോന്ന് അങ്ങോട്ട് കേട്ടില്ലേ? ആ മധുരാപുരവാസികളായിട്ടുള്ള സ്ത്രീകള് അവര് ഭഗവാനെ കുറെ കാലമായിട്ട് ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കേൾക്കണ്ടേ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം എല്ലാ സ്ഥലത്തുനിന്നും കേൾക്കണ്ട. അവരുടെ മനസ്സിലും കാണണം കാണണം എന്നിങ്ങനെ ആഗ്രഹം തുടങ്ങിയിട്ട് കുറെ കാലായി. വന്നിരിക്കണോ അങ്ങനെ തൊട്ടടുത്ത് എന്നങ്ങോട്ട് വിചാരിച്ചപ്പോ എല്ലാവരും ഓടി വരികയാണ്, എല്ലാം മറന്ന്. ഗോപസ്ത്രീകള് ചെയ്ത മാതിരി അതുപോലെ തന്നെയാണ് ആ സ്ത്രീകളെ എല്ലാം മറന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് അവര് ഓടി വരുന്നു ഭഗവാനെ കാണാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. കാശ്ചിത് വിപര്യധൃതവസ്ത്രഭൂഷണ വിസ്മൃത്യചൈകം യുഗളേഷ്വഥാപരാ കൃതൈകപത്രശ്രവണൈകനൂപുരാ നാങ്ത്വാ ദ്വിതീയം ത്വപരാശ്ചലോചനം. എങ്ങനെയൊക്കെയാണ് ആ മധുരാപുരിയിലെ സ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പ്രേമഭക്തി എങ്ങനെയുണ്ടായിരുന്നത് അതിങ്ങനെ വിവരിച്ചു പറയാണ്. ഓരോരോ പ്രവൃത്തികളില് ഏർപ്പെട്ടുകൊണ്ടിരുന്ന പുരസ്ത്രീകള് ഭഗവാൻ പട്ടണത്തില് പ്രവേശിച്ചിരിക്കണു എന്ന് കേട്ട ഉടനെ ആ പരമപുരുഷന്റെ മുഖകമലത്തെ കണ്ട് ആനന്ദിക്കാനുള്ള അത്യാഗ്രഹം വളരെ കാലമായിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അന്ധകരണം തൽക്ഷണം ശ്രീകൃഷ്ണ സന്നിധിയിൽ കൊണ്ട് പ്രവേശിച്ചു. അപ്പൊ എന്തായി? അവരവരുടെ പ്രവൃത്തികളിൽ നിന്നും ശരിയായിട്ട് ചെയ്തു തീർക്കാൻ ശക്തകളായില്ല അവരൊന്നും. ശ്രീകൃഷ്ണ ഏക ചിന്താമയികളായതിനാൽ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന ചില സ്ത്രീകളെ ഉടുക്കാനുള്ള വസ്ത്രം ഉത്തരീയ വസ്ത്രമായിട്ടും ഉത്തരീയം ഉടുപുടവയായിട്ടും കാല് ധരിക്കേണ്ട ആഭരണം കയ്യിലും കയ്യില് ധരിക്കേണ്ടത് കാലിലും ഇങ്ങനെ വിപരീതമായി വസ്ത്രാഭരണങ്ങൾ ധരിച്ചു. വേറെ ചിലര് രണ്ട് കൈകളിലും കാലുകളിലും ധരിക്കേണ്ട ആഭരണങ്ങൾ ഓരോന്ന് ധരിച്ചും ഓരോന്നിലും ധരിക്കാൻ മറന്നുപോകയാൽ ആഭരണമില്ലാതെയും അങ്ങനെയൊക്കെ ഓടിച്ചെന്നു. വേറെ ചിലർ സ്ത്രീകള് ഒരു കണ്ണില് മൈ എഴുതിയിട്ടുണ്ട്, മറ്റേതിൽ എഴുതിട്ടില്ല. അപ്പോഴേക്കും ഒരു കണ്ണിൽ എഴുതിയിട്ടില്ല, അപ്പോഴേക്കും കേട്ട് ഓടി പാഞ്ഞു ചെന്നു. ചിത്തം ആനന്ദരൂപനിൽ ആസക്തമായി കഴിഞ്ഞാൽ ദേഹത്തെയും വസ്ത്രാഭരണാദി വിന്യാസ സൗഷ്ഠവത്തെയും അപ്പോഴൊന്നും അത് പരിശോധിക്കാൻ തോന്നില്ല ായിട്ട് പറഞ്ഞിരിക്കുന്നു ശ്രീ സുഖബ്രഹ്മർഷി. അശ്നന്ദേദാസ്തദപാസ്യോത്സവ അഭ്യജ്യമാനാ അകൃതോപമജ്ജനാ സ്വപന്ത്യ ഉത്ഥായ നിശമ്യ നിസ്വനം പ്രഭാപയന്ത്യോർഭം ഓഹ്യമാതര. ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ടെന്ന് അറിഞ്ഞ പട്ടണവാസികള് കൂട്ടം കൂട്ടമായിട്ട് ഓടി വരുന്ന സമയത്ത് ആ ഉണ്ടായ കോലാഹല ശബ്ദം കേട്ടറിഞ്ഞ മറ്റു ചില സ്ത്രീകള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കേട്ട ഉടനെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട, വേഗം അതവിടെ ഇട്ട് ഭഗവാനെ കാണാൻ ഓടിച്ചെന്നു. സഖികളെ കൊണ്ട് എണ്ണ തേപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ചിലര്. മതി മതി, അതെയോ കൃഷ്ണൻ വന്നിട്ടുണ്ടോ, കുളിക്കാത് കഴിഞ്ഞിട്ടാവാം കുളി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കുളിമുറിന്ന് ഇറങ്ങി ഓടി. ഉറങ്ങിക്കിടന്നിരുന്നവര് എഴുന്നേറ്റ് ഉറക്കം നിമിത്തമുള്ള മയക്കം തീരുന്നതിന് മുമ്പ് ഓടിപ്പോയി. കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരുന്ന അമ്മമാര് ആ കുട്ടികളെ അവിടെ തന്നെ ഇട്ടിട്ട് ഓടിപ്പോയി. ഇങ്ങനെ ആ മനുഷ്യർക്ക് സാധാരണ ഉണ്ടാവില്ല ഭക്ഷണം, ഇച്ഛ, ലജ്ജ, പുത്രവാത്സല്യം, സുഖേച്ഛ, ഇതൊക്കെ ഈ ഭാവങ്ങളെക്കാളും ബലവത്തായിരുന്നു മധുരാപുര സ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനെ കാണാനുണ്ടായിരുന്ന അഭിലാഷം. അതാണ് എന്റെ അർത്ഥം അല്ലെ. മനാംസിതാസ അരവിന്ദലോചന
പ്രഗൽഭലീലാഹസിതാവലോകൈഃ ജഘാര മത്തദ്വിരതേന്ദ്രവിക്രമോ ദശാം ദദശ്രീരമണാത്മനോത്സവം. ഭഗവാൻ സഞ്ചരിക്കുന്ന ആ രാജവീതിയുടെ രണ്ടു ഭാഗത്തും നിരന്നു നിൽക്കുന്നവരും ഹർമ്മ്യങ്ങളിൽ നിന്ന് തന്നെ നോക്കുന്നവരുമായ പുരസ്ത്രീകള് ദൂരത്ത് നിന്ന് തന്നെ ഭഗവാനെ കണ്ട മാത്രയിൽ മഹാലക്ഷ്മിയെ കൂടി ആനന്ദിപ്പിക്കുന്ന ആ പുരുഷോത്തമന്റെ ശരീരകാന്തി കണ്ട് വല്ലാതെ മോഹിച്ചു. സ്ത്രീകൾക്ക് ഭഗവാനെ കണ്ടപ്പോ ഇത്ര സൗന്ദര്യം, മഹാലക്ഷ്മി പോലും ആനന്ദിക്കണു. അതല്ലേ ഭഗവാന്റെ അടുത്തുനിന്ന് മാറാതെ ആ മാറത്ത് തന്നെ ഇരിക്കണത്. സർവപ്രാണിവർഗത്തെയും ആനന്ദിപ്പിക്കുന്ന ആ വിലാസഗതി വിശേഷത്തെയും ചന്ദ്രികാമനോഹരമായിരിക്കുന്ന മന്ദഹാസത്തെയും ചെവി വരെ എത്തിയിരിക്കുന്ന ആ കരിമിഴികളെ അങ്ങും ഇങ്ങും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടുള്ള ആ കടാക്ഷം അങ്ങടെ ഏറ്റില്ലേ. അവര് സ്ത്രീകളെ അങ്ങോട്ട് മോഹിതരായി. മത്തഗജം പോലെ അലക്ഷ്യമായിട്ടാണ് നടപ്പം, മന്ദായിട്ട്. അങ്ങനെയുള്ള ആ സഞ്ചാരക്രമത്തെയും കാട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ കാണാൻ വന്നു നിൽക്കുന്ന ആ സ്ത്രീ സംഘത്തെ ഭഗവാൻ ആനന്ദ സമുദ്രത്തില് മജ്ജനം ചെയ്യിച്ചു. ഭഗവാന്റെ ആ രൂപം അവരുടെ മനസ്സില് ആനന്ദ നടനം, എന്താണെന്നറിയാത്തൊരാകർഷണം അവരുടെ മനസ്സിനെ മുഴുവനും തന്നിലങ്ങോട്ട് ലയിപ്പിച്ചു ഭഗവാൻ. അതുകൊണ്ട് എന്താ, അവർക്ക് വേറൊരു ചിന്തയും ആരെങ്കിലും നോക്കണ്ടെന്നോ കാണണ്ടെന്നോ എന്തോ പ്രവൃത്തി എല്ലാം ഇട്ടിട്ട് ഓടി വന്നേ. ഒന്നും അവരുടെ മനസ്സിലില്ല, ഈ ഭഗവാൻ മാത്രം, ഈ ആനന്ദം മാത്രം. ആനന്ദ സ്വരൂപിനെ അങ്ങനെ കാണുമ്പോ ആനന്ദം മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. ദൃഷ്ട്വാ മുഹുശ്രുതമനുദ്രുതചേതസസ്തം തൽപ്രേക്ഷണോസ്മിതസുതോക്ഷണലബ്ധമാന ആനന്ദമൂർത്തിം ഉപഗുഹ്യദൃശാത്മലബ്ധം ഹൃഷ്യത്വജോ ജഹു അനന്തമരിന്ദമാധിം. ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയണു, അങ്ങക്ക് ഈ കാമാതിവൃത്തികളെയൊക്കെ ജയിച്ച ആളാണല്ലോ അങ്ങേ പോലുള്ള ഭക്തന്മാര് ഈ ഇങ്ങനെയുള്ള കഥ കേൾക്കുമ്പോ കാര്യം മനസ്സിലാവും. അല്ലാത്തവര് കേൾക്കുമ്പോ ഈ മധുരാപുര സ്ത്രീകൾക്ക് എന്താ ഭഗവാനെ കുറിച്ചുണ്ടായ പ്രേമഭക്തിയെ ആ രാഗവൃത്തിയാണെന്ന് തെറ്റായി ധരിക്കും. അങ്ങക്ക് അത് മനസ്സിലാവൂല. ശ്രീ ശുകബ്രഹ്മർഷിക്ക് മനസ്സിലായിട്ടുണ്ട്. പരീക്ഷിത് മഹാരാജാവ് ആ രാഗാദി മലവൃത്തികളൊന്നും ദേശമില്ലാത്ത ആളാണ്, പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയ ആളാണ് പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ അങ്ങക്ക് അങ്ങ് ഇത് കേട്ട് അങ്ങതാ ആ ഭാഗ്യവിശേഷത്തെ സാദരം കേൾക്കുക അങ്ങ് എന്നാണ് പറയണത്. കുറെ കാലമായിട്ട് ഇങ്ങനെ പലരും കീർത്തിക്കുന്നത് കേട്ട് 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 മനസ്സിങ്ങനെ ആ ഭഗവാനെ കാണാൻ ഇങ്ങനെ തുടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ മധുരാപുര സ്ത്രീകള് അവര് ഭഗവാന്റെ അപാംഗ വീക്ഷണം, മുഖത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പുഞ്ചിരി, ഇങ്ങനെയുള്ള അമൃതധാരകളെ ഉള്ളിലും പുറത്തും ഒരുപോലെ അങ്ങോട്ട് അനുഭവിച്ചപ്പോ ഭഗവാനെ അങ്ങോട്ട് കണ്ട്, ഭഗവാന്റെ നോട്ടം, പുഞ്ചിരി ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ അവരുടെ ഹൃദയത്തില് ആനന്ദം അങ്ങോട്ട് വ്യാപിച്ചതുകൊണ്ട് ഞങ്ങള് തന്നെയാണ് ധന്യകള് എന്നുള്ള അഭിമാനം ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരേ അവസരത്തില് അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ ഹൃദയത്തിലും ഞാൻ തന്നെയാണ്. വേറൊന്നും അവർക്ക് ചിന്തയില്ല, വേറെ സ്ത്രീകളോട് പറയലൊന്നുമല്ല. അവരുടെ മനസ്സില് വേറൊന്നുമില്ല. ഭഗവാൻ ആനന്ദം തന്നെയായി ഇങ്ങനെ ഈ ഭഗവാനെ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഒരേ സമയത്ത് ഇങ്ങനെ വിചാരിക്കുകയാണെന്ന്. അന്യചിന്ത കൂടാതെ ആ ആനന്ദ വിഗ്രഹത്തെ തന്നെ ദൃഢമായി നോക്കിക്കൊണ്ട് നിന്നപ്പോ സന്തോഷാധിക്യ നിമിത്തം നേത്രത്തിൽ നിറഞ്ഞ ആ ജലത്താൽ ബാഹ്യദർശനം ഇല്ലാതെയായി അവർക്ക്. അങ്ങനെ അവരുടെ കണ്ണിങ്ങനെ കണ്ണടഞ്ഞ ഉടനെ ആ ഹൃദയകമലത്തില് അതേ രൂപം അങ്ങനെ കണ്ടു അവര്. ഉള്ളിൽ ആ രൂപത്തെ അപ്പൊ എന്തായി, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെ പ്രകാശിച്ചു കണ്ണടച്ചപ്പോ. അപ്പൊ ആ രൂപത്തെ മനസ്സുകൊണ്ട് ദൃഢമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്തു അവര്. അപ്പോ ഉണ്ടായിട്ടുള്ള ആ സാത്വിക വികാര നിമിത്തം അവരുടെ ദേഹത്തില് ആപാദ ചൂടം രോമാഞ്ചമുണ്ടായി. അപ്പൊ ഇതേവരെ ഭഗവാനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം അങ്ങനെ ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ സുന്ദര രൂപത്തെ എന്നിങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതേവരെ അവര് വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോവ്യഥ അവരെല്ലാവരും ഉപേക്ഷിച്ചു. അവർക്ക് അതൊന്നും ഇല്ലാതെയായി. മതി, ഞാൻ തന്നെയായി, ഇനി മതി, ജീവിതത്തില് ഇത് മതി എന്ന് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിയിരുന്നു.
പ്രാസാദശിഖരാരൂഢ പ്രീത്യുൽഫുല്ലമുഖാംബുജാഃ അഭ്യവർഷൻ സൗമനസി പ്രമദാബലകേശവൗ. സ്ത്രീകളുടെ ആ മനോദുഃഖം തീർന്നു എന്ന അവരുടെ പ്രവൃത്തി. എന്താ അവര് ചെയ്തത്? ഹർമ്മ്യങ്ങളുടെ മുകളിൽ കയറി നിന്ന് ഭഗവാന്റെ ലീലാവിലാസ ഗതിഭേദങ്ങളെയും സൗന്ദര്യഹേതുഭൂതമായിരിക്കുന്ന ആനന്ദ രൂപത്തെയും തടസ്സം കൂടാതെ നോക്കിക്കണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളുടെ മുഖങ്ങള് സൂര്യോദയ ദർശനത്തില് താമരകൾ എന്ന പോലെ വികസിച്ചു. അവരുടെ മുഖം സന്തോഷം കൊണ്ട്, സന്തോഷാധിക്യം നിമിത്തം അവരെന്തു ചെയ്തു? പലതരത്തിലുള്ള പുഷ്പങ്ങൾ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്ത് ആ ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശിരസില് 4 ഭാഗത്തു നിന്ന് അങ്ങോട്ട് വർഷിച്ചു. പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി അവര്. ഭഗവാന്റെ തലയിലേക്ക് ആ പുഷ്പങ്ങൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. ദധ്യക്ഷതൈ സോദപാത്രൈ സ്രഗ്ഗന്ധൈരഭ്യുപായനൈ താവാനർച്ചു പ്രമുദിതാ തത്ര തത്ര ദ്വിജാതയ. അങ്ങനെ ഈ സുഭഗ സ്ത്രീകള് ഇതുപോലെ സൽക്കരിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാന്. പിന്നെയോ ബ്രാഹ്മണരും ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്തതെന്ന് വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ ആഗമനം കേട്ടതിനാൽ അവിടെ സംഘമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര് ഇവരൊക്കെ ഭഗവത് രൂപത്തെ കണ്ട മാത്രത്തിൽ ഏറ്റവും സന്തുഷ്ടരായി. അവർക്ക് അങ്ങോട്ട് കണ്ടു അവര് എങ്ങനെയെങ്കിലും ഭഗവാനെ സൽക്കരിക്കണം. അപ്പൊ ഓരോരുത്തരും ഓരോന്ന്, തൈർക്കുടം, ജലപാത്രം, അക്ഷതം, പുഷ്പമാലകള്, ചന്ദനം, ബഹുവിധ ഫലങ്ങള് മുതലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് രാമകൃഷ്ണന്മാരെ പൂജിച്ചു. അതില് എല്ലാം എങ്ങനെയാണോ ഒരു മഹാത്മാവിനെ ഭഗവാനെ സൽക്കരിക്കുന്നത് അതുപോലെ അവരെല്ലാവരും ഭഗവാനെ സൽക്കരിച്ചു. പുഷ്പങ്ങൾ കൊണ്ടും ഇവിടം ജലപാത്രം, അക്ഷതം, പൂർണ്ണകുംഭത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ അവര് സ്വീകരിച്ചത്. അപ്പൊ ഈ കംസനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കണ അവരെങ്ങനെയാ ഇതൊക്കെ ചെയ്തത്? അവരതെല്ലാം മറന്നു. കംസനെ ഉപദ്രവിക്കോ ശിക്ഷിക്കോ ഭഗവാനെ പൂജിച്ച അതൊന്നും അവർക്ക് അപ്പൊ ഓർമ്മയേ ഉണ്ടായില്ല. ഭഗവത് രൂപത്തെ കണ്ട മാത്രയില് സകല സന്താപത്തെ സംഹരിക്കുന്ന ആനന്ദമൂർത്തികളാണ് ഇവര്. ഇവര് ഭഗവാന്മാരാണ്, സകല സന്താപത്തെയും സംഹരിക്കുന്ന ആനന്ദമൂർത്തികളാണെന്ന് എല്ലാവരുടെ മനസ്സിലും ഉണ്ടായി. അപ്പൊ എന്താ, വേറൊന്നും അവർക്ക് ആലോചന വന്നു തന്നെയില്ല. ഇപ്പൊ കംസൻ നമ്മളെ ശിക്ഷിക്കും. കണ്ടവര് മുഴുവൻ ഭഗവാനെ പൂജിച്ചു. ഇത്രയും സന്തോഷം കൊണ്ട്. ഇതില് മേൽപ്പത്തൂര് ഈ ഭാഗം വർണ്ണിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഒരു പൂവ് കൈ പിടിച്ചിട്ടും എനിക്കും അവരുടെ കൂട്ടത്തിൽ ഞാനൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു ജന്മം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് വിലപിക്കുന്നുണ്ട് ആ ശ്ലോകത്തില്. നാരായണീയത്തില് പറയുന്നുണ്ട്. നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെ? എന്തൊരു സുഖമായിരിക്കും ഭഗവാനെ ഇങ്ങനെ നമുക്ക് ആ മാളികയുടെ മുകളിൽ നിന്ന് ഒരു മറവും കൂടാതെ ഭഗവാന്റെ അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലല്ലോ. മനസ്സുകൊണ്ടെങ്കിലും സങ്കല്പത്തിൽ നമുക്ക് ദർശിക്കാം അല്ലെ? ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.